ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാനുള്ള ദിവ്യദൃഷ്ടി മോഹിച്ച് സഞ്ചാരിയായി മാറിയ ഒരു സാധകൻ അനേക നാടുകൾ സഞ്ചരിച്ച് ഒട്ടേറെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങി ധാരാളം അറിവ് സമ്പാദിച്ചു. പക്ഷേ അകക്കണ്ണ് തുറക്കുന്നതായ അനുഭവം അയാൾക്കുണ്ടായില്ല. ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരു സന്യാസിയുടെ ആശ്രമത്തിലേക്ക് ഈ സാധകൻ കടന്നു വന്നു. അവിടെ ഗുഹയിൽ ഏകനായി കഴിയുന്ന സന്യാസിയെ കാണുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അയാൾ ആശ്രമ കവാടത്തിലെത്തിയപ്പോൾ തന്നെ ഗുരുവിന് കാര്യം മനസ്സിലായി. സാധകൻ സന്യാസിയെ കണ്ട് വണങ്ങി തന്റെ വരവിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുവാൻ തുടങ്ങി. അയാൾ പറയുന്നത് ശ്രദ്ധിക്കാതെ സന്യാസി പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നീട് പറയാം. അതിനു മുമ്പ് വാതിക്കൽ വെച്ചിരിക്കുന്ന വിളക്കെടുത്ത് തെളിക്കൂ. സാധകൻ വിളക്കെടുത്തു കത്തിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ തിരി തെളിയുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കൂ. അയാൾ വിളക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലായി വിളക്ക് നിറയെ വെള്ളമായിരുന്നെന്ന്. അക്കാര്യം അയാൾ ഗുരുവിനോട് പറഞ്ഞു. വെള്ളം കളഞ്ഞ് എണ്ണ നിറച്ച് കത്തിക്കുവാൻ ഗുരു കൽപ്പിച്ചപ്പോൾ അയാൾ അതും ചെയ്തു. പക്ഷേ വിളക്ക് കത്തിയില്ല. ഗുരു വീണ്ടും പറഞ്ഞു, തിരിയിൽ വെള്ളമുണ്ടായിരിക്കും, അത് പിഴിഞ്ഞു കളഞ്ഞ് കത്തിക്കൂ. അത് പിഴിഞ്ഞു കളഞ്ഞ് കത്തിച്ചപ്പോൾ അയാൾ വിജയിച്ചു. അതിനുശേഷം താൻ വന്നത് എന്തിനെന്ന് അദ്ദേഹം വിശദീകരിക്കാൻ തുടങ്ങി. ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശമാണ് ഞാൻ ഇതുവരെ തന്നത്. വിശദീകരിക്കേണ്ട, നിങ്ങൾക്കിനി പോകാം. ഒന്നും മനസ്സിലായില്ല എന്ന് സാധകൻ പറഞ്ഞു. ഗുരു വിശദീകരിച്ചു, നിന്റെ വിളക്കാകുന്ന ഹൃദയത്തിൽ ദുരാശകളാകുന്ന ജലം നിറഞ്ഞിരിക്കുകയാണ്. ആ ദുരാശകളെ വെടിഞ്ഞ് ഭക്തിയാകുന്ന എണ്ണ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുക. അപ്പോൾ നിനക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഓടി നടക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ മനസ്സ് നിറയെ പാപവുമായി നടക്കുന്ന നമുക്ക് എങ്ങനെ അനുഗ്രഹങ്ങളെ നേടാൻ കഴിയും? ചെളിവെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു കോപ്പയിലേക്ക് ശുദ്ധജലം പകർന്നാൽ അത് നിറഞ്ഞു പോവുകയും ശുദ്ധജലം അശുദ്ധമാവുകയും ചെയ്യും. എന്നാൽ ആദ്യമേ ആ പാത്രം വെടിപ്പാക്കിയാൽ അതിൽ ശുദ്ധജലം നിറയ്ക്കാം. അതുകൊണ്ട് ദുരാശകളും അസൂയയും പോലുള്ള എല്ലാ അശുദ്ധതകളെയും ആദ്യമേ ഉപേക്ഷിക്കുക. ഇതാണ് വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്. സദൃശ്യവാക്യങ്ങൾ 4:23 ഇങ്ങനെ പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാവുന്നുവല്ലോ. ആദ്യമേ ഹൃദയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക എന്നതാണ് പ്രധാനം. മറ്റെല്ലാം തനിയെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊള്ളും. ആയതിനാൽ ഈ ലോകത്തിന്റെ പുറകെ പോകാതെ ഹൃദയവിശുദ്ധിക്ക് വേണ്ടി ഓടി നടക്കുന്നവരാകുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യാത്മാവേ എൻ ഹൃദയം തിരുരക്തത്താൽ കഴുകണമേ. നിത്യാത്മാവേ എൻ ഹൃദയം പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാക്കണമേ. പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാക്കണമേ. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച. നിർമ്മല ഹൃദയ ഭാഗ്യവാന്മാർ ദൈവത്തെ അവർ കാണും. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച.